ഹായ് കൂട്ടുകാരെ, എൻ്റെ സുന്ദരിയിലാടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുന്തിരി വേണം, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ്, ചെറുനാരങ്ങ, ഒരു തക്കാളി, പിന്നെ മസാലക്കൂട്ട്. നമുക്ക് മട്ടനൊന്ന് പുരട്ടി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് പുരട്ടി വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ. അപ്പോഴത്തേ നമ്മുടെ മട്ടൻ നന്നായി വെന്ത് കിട്ടും. ഒരു 2 സവോളയും കശുവണ്ടി, മുന്തിരി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടനിലേക്ക് ചേർക്കാനുള്ള സവോളയാണ്. ഒരു 8 സവോള വറുത്ത് കോരി എടുത്ത് വെച്ചത്. ഇനി ചോറ് റെഡിയാക്കാം. നെയ്യൊഴിച്ച് മറ്റ് മസാലകളൊക്കെ ചേർത്ത് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറുനാരങ്ങയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരിയിട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇനി മട്ടൺ നമുക്ക് ശരിയാക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നേരത്തെ വറുത്ത് കോരി വെച്ച സവോള ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് റോസ് വാട്ടർ ചേർത്ത് ഇളക്കിയെടുക്കാം. ചോറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടി സവാള ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം 5 മിനിറ്റ്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ.